ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജ്ഞാനസൂയം, രാജസൂയം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഭഗവാന്റെ രാജസൂയം. ഇത് ജ്ഞാനസൂയം. ജ്ഞാനത്തിലേക്ക്, നമുക്ക് അറിവിലേക്ക് നമ്മളെ എത്തിക്കുക. എന്താ അറിവ്? അവിദ്യയെ മാറ്റി ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നതാണ് അറിവ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ അറിയാതിരിക്കുക, അതാണ് അവിദ്യ. ആ അവിദ്യയെ മാറ്റി ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ ഇതാ ഭഗവത്ഗീത സന്ദേശവുമായിട്ട് ഇതാ ജ്ഞാനസൂയം എല്ലാവരുടെ അടുത്തേക്കും വരുന്നു. ആ അറിവിനെ എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കട്ടെ. കാരണം അവിദ്യ കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ പല അനിഷ്ട സംഭവങ്ങളും നടക്കുന്നത്. അറിവില്ലായ്മ എന്ന് മാത്രം പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളെ കൊണ്ടും ഇന്ന് ലോകം മുഴുവൻ ലഹരിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ വരുന്ന തലമുറയെ രക്ഷിക്കാൻ നമ്മളിതാ ജ്ഞാനത്തിനെ കൊടുക്കുക. അവിദ്യയെ, അച്ഛനെ അമ്മയെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, നമ്മുടെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള സഹജീവികളോട് കാരുണ്യം കാണിക്കുക. തിദിക്ഷയ കരുണയ മൈത്രിയ ച അഖില ജന്തുഷു എന്ന് ഭഗവാൻ കപിലമൂർത്തിയായിട്ട് ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരോടും കാരുണ്യം ഉണ്ടാവുക, ക്ഷമയുണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് അറിവിൻ്റെ മഹാത്മ്യം. ഒരു ജ്ഞാനിയാവണമെന്നുണ്ടെങ്കിൽ അറിവുണ്ടാവണം അല്ലേ? ആ അറിവിനെ സമ്പാദിക്കാനാണ് ഇതുപോലുള്ള കുറച്ച് സജ്ജനങ്ങൾ ഇതാ കൂട്ടമായിട്ട് എല്ലാവരുടെ അടുത്തേക്കും ഭഗവത്ഗീത സന്ദേശവുമായിട്ട് എത്തിക്കുന്നു. അതിന് നമുക്കും അതിൽ ഒരു പങ്കാളിയാവാൻ ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.